പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിപക്ഷം നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കും. സഭാ ചട്ടപ്രകാരം രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് കത്ത് നൽകി. വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്നയിച്ച നിയമസഭാ ചട്ടം അനുസരിച്ച് നിയമസഭയിലെ ഒരു അംഗത്തിനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന് സ്പീക്കർ അംഗീകാരം നൽകണം. സ്പീക്കർക്ക് ഒഫീഷ്യലായി തന്നെ അതിന്റെ കത്ത് നൽകുകയും ചെയ്യണം. ആ നടപടിക്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ് ഈ അഴിമതി ആരോപണം സംബന്ധിച്ച് സ്പീക്കർക്ക് കത്ത് നൽകുക. അതിനുശേഷം സ്പീക്കർ അനുവദിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ ഈ അഴിമതി ആരോപണം ഈ നേതാവിനെതിരെ അതല്ലെങ്കിൽ മന്ത്രിക്കെതിരെ അംഗത്തിനെതിരെ ഉന്നയിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ അനുമതി നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്പീക്കർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് നിയമസഭയിൽ ചർച്ചയാകുമോ ഇല്ലേ എന്ന് കണ്ടറിയണം. പക്ഷേ ഈ അഴിമതി ആരോപണം നേരിടുന്ന മന്ത്രി എം പി രാജേഷ് ഇന്ന് നിയമസഭയിൽ ഉണ്ടാകില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. എം പി രാജേഷ് പാലക്കാട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട പാലക്കാടാണ്, നിയമസഭയിൽ ഇന്ന് ഉണ്ടാവില്ല. അതിനിടയിൽ ഈ അനുമതി നിഷേധിച്ചാൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം ഇന്ന് സഭയിലേക്കും വരും. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പലവിധ ആരോപണങ്ങൾ മന്ത്രി എം പി രാജേഷ്. ശരി സലീം, അത് സഭയിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ്. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.